ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോ നമ്മളെ അനുകൂലിക്കുന്ന, അതായത് ഭാരതത്തെ അനുകൂലിക്കുന്ന സകല രാജ്യങ്ങളിലും വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. നമുക്കറിയാം, ശ്രീലങ്കയിൽ ആദ്യം തുടങ്ങി, അതിന്റെ പിന്നിൽ ചൈനയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, നേപ്പാളിലെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ഉണ്ടായി. പാകിസ്ഥാനിൽ ഉടനെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകും. എന്നിട്ട് അസീം മുനീർ അവിടെ ഭരണം ഏൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഒരു വക്കിൽ നിൽക്കുകയാണ്. ഭൂട്ടാനിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഇങ്ങനെ പോയി. മ്യാൻമറിൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തര കലാപത്തിന്റെ അങ്ങേ അറ്റമാണ് മ്യാൻമറിൽ. അങ്ങനെ നമുക്ക് ചുറ്റും കിടക്കുന്ന സകല രാജ്യങ്ങളും അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ ഭാരതത്തിലാണ് ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപം ഉണ്ടാകാൻ പോകുന്നതെന്നും ഒരു റെജീം ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സംസാരം ഇപ്പോൾ ലോക മാധ്യമങ്ങൾക്കിടയിലുണ്ട്, ലോക രാജ്യങ്ങൾക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു റെജീം ചേഞ്ച് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ലോകരാജ്യങ്ങളും ലോകശക്തികളും, എന്തിനു പറയുന്നു, പ്രതിപക്ഷ നേതാക്കളും ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടോ? എന്താണ് തോന്നുന്നത്? ഈ ആളുകള് കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ചില ചാനലിലൊക്കെ വലിയ ചർച്ചയാണ്, അടുത്തത് ഇന്ത്യയിൽ. ഇവരെന്തോ ഒരു മണ്ടന്മാരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ശ്രീലങ്കയിലല്ല ആദ്യമായിട്ട് ഡീപ് സ്റ്റേറ്റ് കാരണം കലാപങ്ങൾ ഉണ്ടായത്. ഇന്ത്യയിലാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത്. ഇന്ത്യയിൽ 2014 ശ്രീ നരേന്ദ്രമോദി കയറുന്നു. വലിയ ഭൂരിപക്ഷമായിരുന്നു, അത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. കയറിയതിനു ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അതിന്റെ ചിത്രങ്ങൾ കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അധികം വർഷങ്ങൾ പഴക്കമൊന്നുമില്ല ഇതിന്. അപ്പോ ആദ്യം പരീക്ഷണം നടത്തുന്നത് 2016 ഇന്ത്യയിൽ. രോഹിത് വിമുല എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു യുവാവ്, PhD ഗവേഷണ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. തുടർന്ന് വലിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ ഒരു ചിത്രം ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് പറയാം. നമ്മുടെ കേരളത്തിലെ തൃത്താല MP PK ബൈജു ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹവും AA റഹീം അടക്കമുള്ളവർ ഈ പറയുന്ന അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ വാതിക്കലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു ചിത്രം ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇവിടെ ഇടതുപക്ഷക്കാർ പോയി സമരം ചെയ്യാൻ, SFIക്കാർ പോയി വലിയ സമരം. അതിലവർ പറഞ്ഞ കാരണം KK രാഗേഷ് ഒരു സംശയം ഉണ്ട്. KK രാഗേഷ് ഉണ്ട്. ഇത് എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു ചിത്രമാണ്. ഇതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവർ നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ, അതായത് വിദ്യാർത്ഥികളാണല്ലോ എല്ലായിടത്തും ഇറങ്ങി പ്രശ്നം ഉണ്ടാകും യുവജനങ്ങളുടെ. ആദ്യ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള 2016. അന്ന് അവിടെ എന്തായിരുന്നു പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ABVPക്കാര് ഈ രോഹിത് വിമലെ ഹോസ്റ്റലിൽ കയറ്റിയില്ല. അതിൽ മനം നൊന്ത് രോഹിത് വിമല ആത്മഹത്യ ചെയ്യായിരുന്നു. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഒടുവിൽ സർക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ജാതി വ്യാജമാണെന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രായം, അങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിലേക്ക് വന്നപ്പോൾ പിന്നെ ദളിതനല്ല എന്നുള്ളതാണ് അന്ന് വന്ന് കേട്ടിരുന്നൊരു സാധനം. പിന്നെ ഈ സാധനം ആരും കേട്ടിട്ടില്ല. സമരം പൊളിച്ചടുക്കി പോയി. അതിനുശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് BJP അവിടുത്തെ ഒരു വൈസ് ചാൻസലറെ കൊണ്ടുവന്ന് വെച്ചു VC ആയിട്ട്. അത് നമ്മുടെ മഹാഭാരതം രാമായണം സീരിയലിലെ ഒരു കഥാപാത്രവും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊരു നടനാണ് അദ്ദേഹം. സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പൊ സീരിയൽ ആർട്ടിസ്റ്റ് ഞങ്ങളുടെ തലപ്പത്ത് വന്നു എന്ന് പറഞ്ഞിട്ടും ഈ മഹാഭാരതത്തിന്റെ ആളാണെന്നും പറഞ്ഞിട്ടും വലിയ പ്രക്ഷോഭം ഉണ്ടായി. അവിടെ നിന്ന് മഹാരാഷ്ട്ര പോലീസ് അടിച്ച് 21 ദിവസം അവിടെ സമരം ചെയ്തു, ഓടിച്ചു. ഇനി 2016 വലിയൊരു സമരം ഡൽഹി നടന്നു. അതും വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. നമ്മുടെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതുമായി ബന്ധപ്പെട്ട് ഒരു അനുസ്മരണം നടക്കുന്നു JNUവിൽ. അവിടെ വെച്ചൊരു മുദ്രാവാക്യം എഴുതുന്നു, ആസാദി മുദ്രാവാക്യം. ഈ തുക്കട ഗ്യാങ് എന്ന് നമ്മൾ പറയില്ലേ, ഇന്ത്യയെ വെട്ടിമുറിക്കണം പലതായിട്ട്. അത് ഈ ആസാദി എന്നുള്ള മുദ്രാവാക്യം കേട്ടിട്ടില്ലേ? എല്ലാവരും വിളിക്കുന്നത്, പ്രത്യേകിച്ച് സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ വിളിക്കും ആസാദി. കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്തങ്ങണ്ട് ഞാനിത് കേട്ടു, കൊല്ലം ആസാദി. അപ്പൊ എല്ലാത്തിലും ആസാദി വേണം. കൊല്ലത്തിന് സ്വാതന്ത്ര്യം, കൊല്ലം ആസാദി, അങ്ങനെ കാശ്മീർ മാംഗെ ആസാദി ആയിരുന്നു ആദ്യ മുദ്രാവാക്യം. ഇതിനകത്ത് ഇന്ത്യ ഗോ ബാക്ക്, പിന്നെ അവിടെ കുറെ മാപ്പുകളൊക്കെ, ഈ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ, ഇതൊക്കെയാണ് പ്രദർശിപ്പിച്ചത്. കാരണം JNU എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കളിത്തൊട്ടിലായിരുന്നു. ഇപ്പോഴല്ല. ഇപ്പൊ അവിടെ ഈ അടുത്ത കാലത്തൊന്നും ഒരു കാക്ക പറന്നതോ അല്ലെങ്കിൽ ഈച്ച പറന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാം ശാന്തവും സമാധാനമായി. അവിടെ ഈ സമരം നടക്കുന്നു. അവിടെ നിന്ന് ഉയർന്നു വന്ന 2 നേതാക്കന്മാരാണ് കന്നയ്യകുമാറും ഉമ്മർ ഖാലിദ്. അപ്പം ഇവര് എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2 നായകന്മാരെ ഇങ്ങനെയുള്ള സമരം ഉണ്ടാക്കുക, അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക. അതായത് നാളെ ഇവരുടെ നേതൃത്വത്തിൽ വേണം. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ലോകത്തെ എല്ലാ പ്രക്ഷോഭങ്ങളും നടക്കുമ്പോഴും ഒരു നേതാവ് ഉയർന്നു വരും. ഇപ്പൊ നമ്മൾ നേപ്പാൾ പ്രക്ഷോഭം നടന്നപ്പോൾ അവിടുത്തെ ഒരു റാപ്പർ ബിജുചേട്ടൻ ഓർക്കുന്നുണ്ടോ?
ഈ കന്യാകുമാർ അവിടെ നിന്ന് വന്നപ്പോൾ മനോരമയിൽ വന്ന തലക്കെട്ട് ഇന്നും ഞാൻ ഈ പറയുന്ന ഇന്നും അത് ട്രെൻഡിങ് ലിസ്റ്റിലാണ്. ഇതുവരെ മനോരമയിൽ തീയാളി രാഹുൽ എന്നിട്ടതുപോലെ കന്യാകുമാർ ഉയർന്നു വന്നപ്പോൾ അവരുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: മോദി ഇനി ഉറങ്ങില്ല, പുതിയ നേതാവ് ഉയർന്നു വന്നു എന്ന് പറഞ്ഞാലും അവരുടെ സീരിയസ്ലി ഇപ്പോഴും അത് ഭയങ്കര ട്രോളാണ്. അതിന്റെ മാർക്കറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അതായത് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, അത് ഒരു ചെറിയ സമരമല്ല. ഒരു സമരത്തിന്റെ മുൻനിരയിലുള്ളവർ, അതിന് പിന്നിലുള്ള മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മ, NGOകൾ, ഫണ്ട് മുടക്കുന്നവരായിരിക്കും. ഇങ്ങനെ 3 വിഭാഗങ്ങളും പിന്നെ രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും വിധ്വംസക പ്രവർത്തകരും വിഘടനവാദികളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മാധ്യമങ്ങളാണ് അതിന് വലിയ പങ്ക് വഹിക്കുന്നത്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കനയ്യകുമാർ ഇങ്ങനെ കൊട്ടിപ്പാടുന്നത് ആസാദി ആസാദി എന്ന് പറയും. ഈ കനയ്യകുമാർ പിന്നീട് കോൺഗ്രസിൽ പോകും, ബീഹാറിൽ പോയി കെട്ടിവെച്ച പൈസ നഷ്ടപ്പെട്ടു പോയി മത്സരിച്ചിട്ട്. വലിയ ജനകീയ നേതാവെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത്. കെട്ടിവെച്ച പൈസ പോയി. അതാണ് ഏറ്റവും വലിയ രസം. അത് 2016 ഒരു സമരമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനവധി സമരങ്ങളുണ്ട്. പൂനെയിലെയൊക്കെ ഞാൻ പറഞ്ഞത് ചെറിയ സമരമായിട്ടാണ് പറഞ്ഞത്. ഇനി 2018 കത്വയില് ഒരു പെൺകുട്ടി, 8 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടുത്തെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, മെഴുകുതിരി പ്രകടനങ്ങൾ വലിയ രീതിയിലുണ്ടായി. അതിനുശേഷം ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അനവധി കുട്ടികൾ കൊല്ലപ്പെട്ടു. ഹിന്ദു കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടില്ല. അതായിരുന്നു 2018. ഇനി 2019 വരാം. 2019 നമ്മുടെ പൗരത്വ ഭേദഗതി സമരം, ഒരു വർഷക്കാലം നീണ്ടു നിന്ന ഒരു വലിയ സമരമായിരുന്നു 2019 ആരംഭിച്ച സമരം. ആ സമരത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, JNU, ജാമിയ മിലിയ, ദില്ലി യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങും. അന്നാണ് ഈ സോളിഡാരിറ്റിയുടെ, മറ്റേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതൊരു പെൺകുട്ടിയൊക്കെ പർദ്ദ ഇട്ടിട്ട് ആസാദി ആസാദി ചൂണ്ടുവിരലുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഭയങ്കരമായി എല്ലാവരും DP ആക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ആ പെൺകുട്ടി എവിടെയാണ് എന്നറിയില്ല. ഒരു പാട്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നീട് അല്ല, അത് നാഷണൽ മീഡിയസ് പിന്നാ കാണിച്ചത്. ഇവന്മാർ ഇവിടെ ആ ചിത്രം പ്രദർശിപ്പിച്ചെങ്ങനെ അറിയാം, ആ വീഡിയോ. ഈ പെൺകുട്ടി കൈ ചൂണ്ടിരിക്കുമ്പോൾ ഇതാണ് ആർജവമുള്ള യുവത്വം. പോലീസ് നേരെ കൈ ചൂണ്ടിയതല്ല, അവളുടെ പറവയുടെ അത്രേ ഉള്ളൂ, അത്രയും കട്ട് ചെയ്തിട്ടവര്. പക്ഷെ നാഷണൽ മീഡിയാസ് ആ ഫുൾ വീഡിയോ കാണിക്കുമ്പോൾ എന്തുവാ, ഈ പറതയുടെ അടിയിൽ ഒരുത്തൻ ഒളിച്ചിരിക്കുക, അവനെയാണ് പോലീസുകാർ തല്ലാൻ വരുന്നത്, അല്ലാതെ ഈ പെൺകുട്ടി അല്ല. അപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി നിന്നിട്ടാണ് ഇത് വിളിക്കുന്നത്. ഇന്ന് അവരുടെ ഒന്നും അഡ്രസ് ഇല്ല. അന്ന് ആ സമരം കത്തിയാളിയപ്പോഴാണ് ഈ ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ABVP ഒരു പ്രകടനം വന്നു. പിന്നീട് രാത്രി JNU പൊരിഞ്ഞടി നടന്നു. പ്രതിപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളെല്ലാം പറഞ്ഞു അവിടെ മുഖം മൂടി ഇട്ടവരും ABVPക്കാരും RSSകാരും പുറത്തുനിന്ന് കയറി ഞങ്ങൾ തലങ്ങും വിലങ്ങും അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ വിഷയം നടന്നു. ഇവർ അതിനിടയ്ക്ക് പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടന്നു. അന്ന് ഇവിടുത്തെ കേരളത്തിലെ ചില ചാനലുകളൊക്കെ പറഞ്ഞു പാർലമെന്റിന്റെ ഗേറ്റുകൾ ചാടിക്കടന്നുകൊണ്ട് ഇത് പ്രക്ഷോഭകർ മുൻപോട്ട് എന്നുള്ളത്. അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ഈ പ്രക്ഷോഭങ്ങൾക്ക്. അതിലൊന്ന് പാർലമെന്റ് ആണ്. എവിടെ നോക്കിക്കോളൂ, ശ്രീലങ്ക കൊട്ടാരം കത്തിച്ചു, നേപ്പാൾ കത്തിച്ചു, ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് ആണ് നടത്തിയത്, ഇതിൽ പാർലമെന്റിലേക്കാണ് നടത്തിയത്. അപ്പൊ പാർലമെന്റിലേക്ക് കടന്നു കയറുന്നു, അതോട് തീരുന്നു, മോദി താഴെ പോകുന്നു. ഇതാണ് അവർ പ്ലാൻ ചെയ്തത്. ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടെ കേരളത്തിലെ അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അന്ന് നടത്തിയ ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭവും പൊളിഞ്ഞ് അടുങ്ങി. അതിനുശേഷം പിന്നെ അങ്ങനെയൊക്കെ അതും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ കർഷക സമരം വരുന്നത്. കർഷക സമരം എല്ലാവർക്കും മറക്കാൻ കഴിയില്ല. 2020 ജനുവരി 26 നമ്മുടെ ചെങ്കോട്ടയിലേക്ക് ഒരാൾ കടന്നു കയറുകയും പിന്നെ നമ്മുടെ ദേശീയ പതാക താഴ്ത്തി അവിടെ ഖലിസ്ഥാന്റെ പതാക ഉയർത്തുകയും ചെയ്തു. ദിബു എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര്. പഞ്ചാബിലുള്ള ഒരു റാപ്പറാണ് പുള്ളി. ആ റാപ്പർ പിന്നീട് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇനി ആക്സിഡന്റ് ആരെങ്കിലും റിയലായിട്ട് നടത്തിയാലും കുറ്റം പറയാൻ കഴിയില്ല, കാരണം അമ്മാതിരി പണിയാണ് കാണിച്ചത്. ആ സമരം നടന്നപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഖാലിസ്ഥാനികളുണ്ട്, സുഡാപ്പികളുണ്ട്. കേരളത്തിൽ പിന്നെ എല്ലാവരും പോകും, പണിയിൽ നിന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. എവിടെ സമരം ഉണ്ടെന്ന് കേട്ടാൽ ഇവിടുന്ന് താറും പാച്ച് അവിടെ പോകും. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കർഷക സമരത്തിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, അതിന് നിങ്ങൾക്ക് MSP ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ, പിന്നെ ഇവിടെ MSP വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കൃഷിയൊന്നും പണിയില്ല, അത് തന്നെ അവിടെ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കി. ഇനി 2020 നമ്മൾ വരുന്നു. കർഷക സമരം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് UPയിലെ ഹസ്രത്ത് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി കുറെ പേരാൽ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നു, ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. ഇത് ഉടനെ ഒരു ജാതീയ ഹത്രാസ് ഗഞ്ച് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആ ഹത്രാസിലേക്ക് വലിയ അപ്പൊ യോഗി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ വലിയ വിഷയങ്ങളാകുന്നു, വലിയ സമരം നടക്കുന്നു. നമ്മുടെ പ്രിയങ്ക ഗാന്ധി പോകുന്നു, ശ്രീ രാഹുൽ ഗാന്ധി പോകുന്നു. പിന്നീട് ഈ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നും ഈ കണക്കുള്ള കൊലപാതകം നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയെന്നാണ് നാട്ടുകാർ വെച്ച്, രാഹുൽ ഗാന്ധി എവിടെയെന്ന് വെച്ചാൽ ആ ഭാഗത്തെങ്ങും പോയില്ല. വന്നു. ഒടുവിൽ
നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബുദ്ധിജീവിയും മാധ്യമപ്രവർത്തകനുമായ ശ്രീ സിദ്ദിഖ് കാപ്പൻ അവിടെ ലഘുലേഖകളുമായിട്ട് ഇത് ഈ എന്താണ് ഇത് കത്തിക്കാനായിട്ട് പോയി പുള്ളിയെ പിടിയിലാകുന്നു. അങ്ങനെ കുറെ പേര് അവിടെ പിടിയിലായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു അത് പറയുമ്പോൾ ഞാൻ 2022 പോയപ്പം ഈ മധുര സെൻട്രൽ ജയിലിൽ പോയായിരുന്നു. പോയിട്ട് ഞങ്ങളിങ്ങനെ ഷൂട്ട്, ഞങ്ങൾക്ക് അറിയില്ല, കാരണം അതിൻ്റെ ഒരു വലിയ ഗ്രൗണ്ടാണ്. ശരിക്കും പറയുന്നത് പോലീസ് കോമ്പൗണ്ട് ആയിരുന്നു, ഞങ്ങൾ അറിയുന്നില്ല, കാരണം തുറന്നു കിടക്കുന്നു കോമ്പൗണ്ട്. അതിലൂടെ അകത്ത് കയറി ഞാൻ ആദർശത്തുള്ള ചേർന്നുണ്ട്. അപ്പൊ കയറിയിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ എവിടുന്ന് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ചൊറിച്ചില്ല അവിടെ. കാരണം ഇമാതിരിയാണ് അകത്ത് കിടക്കുന്നവനാരാ? അല്ല, അകത്ത് കിടക്കുന്ന ആരാ? ഈ സിദ്ദിഖാപ്പനാ. സിദ്ദിഖാപ്പൻ മധുര ജയിലിലുണ്ട്. കേരളത്തിൽ നിന്ന് മീഡിയ ആണെന്ന് പറയുമ്പോഴത്തേന് അവസാനം കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ID കാർഡും ഒക്കെ കാണിച്ച്, പിന്നെ നമുക്ക് അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ചില ലേഖകന്മാരൊക്കെ പരിചയമുള്ളതുകൊണ്ടും ഒക്കെ അവിടുന്ന് തടിയൂരി. അപ്പം എന്നിട്ട് ആദർശിനെ കൊണ്ടുപോയി. അവര് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തു എന്തിനാണ് എവിടെയാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആദർശ് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നതൊക്കെ. അപ്പം അവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട് പുറത്ത്. അപ്പം ഇപ്പോഴും സിദ്ദിഖാപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഘോരഘോരം എഴുതുകയും പറയുകയും ചെയ്തത്. അതായിരുന്നു ഹത്രാസ് കേസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഹത്രാസ് കഴിഞ്ഞിട്ട് എത്ര കേസുകൾ വന്നു? ഉന്നാവോ, ലങ്കിപൂരിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BJP MP മകൻ വണ്ടി പുറകോട്ട് എടുത്തപ്പോഴോ മുമ്പോട്ട് എടുത്തപ്പോഴോ അങ്ങനെ 8-9 വരെ ഇടിച്ചു കൊന്നു. അവർ പ്രാന്തം ചെറുക്കനായിരുന്നത്. അവൻ ഇടിച്ചു കൊന്നതില്ല. അപ്പോൾ കർഷക സമരം കൊടുമ്പിലോട്ട് നിൽക്കുന്ന സമയമായിരുന്നു. കർഷകരാണ് മരിച്ചത്, അവർക്ക് നേരെ വണ്ടി കയറ്റിയത് എന്ന് പറയും. കാരണം അവിടെ ഒരു ചെറിയ സത്യാഗ്രഹം മറ്റോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വലിയ വിഷയം നടന്നു. ആ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടന്നതിൽ ഫത്തേപൂർ ഈ ഹസ്രത്തുമായി ബന്ധപ്പെട്ടും ഈ ഫത്തേപൂറുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ മെഴുകുതിരി പ്രകടനങ്ങൾ നടന്നു. മെഴുകുതിരിയാണ് ഇതിന്റെ ഒരു സിമ്പൽ. മെഴുകുതിരി പ്രകടനം നടന്നു. ഇതാണ് ഈ 2020. ഇനി 2020 കർഷക സമരത്തിന്റെ ഒക്കെ കഴിയുമ്പോൾ 2022 ആയപ്പോൾ നമ്മുടെ അഗ്നിവീർ പദ്ധതിയുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ഒരു പദ്ധതിയുണ്ട്, യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന 4 വർഷത്തേക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി അഗ്നിവീർ പദ്ധതിക്കെതിരെ ബീഹാർ, UP, ഹരിയാന തുടങ്ങിയ ഇടങ്ങളിൽ വലിയ രീതിയിൽ ട്രെയിൻ കത്തിക്കുകയും വലിയ കലാപം ഉണ്ടാകും. കേരളത്തിൽ പോലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം അടിച്ചൊതുക്കി പോപ്പുലർ ഫ്രണ്ടിനെ പൊക്കി അകത്തിട്ടതിന് ശേഷമാണ് ശ്രീലങ്കയിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇത് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിൽ അസ്ഥിരപ്പെട്ടൊരു സർക്കാർ, അഴിമതി മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ, അതായത് ഒരു പവർ ഇല്ലാത്തൊരു സർക്കാർ, അവിടെ സ്വാഭാവികമായും ഡീപ് സ്റ്റേറ്റിന് എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റും. ഇവിടെ അത് എന്തുകൊണ്ട് കീഴടക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ കണക്ക് ഒരു മഹാമേരു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ കീഴിൽ ഒരു വലിയ പട തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് വർക്ക്? അന്ന് തൊട്ടേ ഡീപ് സ്റ്റേറ്റിന്റെ പതനം തുടങ്ങിയിരുന്നു. അതിനുശേഷം എത്രയോ സംഭവങ്ങൾ നടന്നു. ഈ അഗ്നിവീരോട് കഴിഞ്ഞപ്പോഴത്തേനും ഏതാണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് അകത്ത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഈ എന്താ പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് ലൈനിൽ നിന്നുള്ള വലിയ കലാപങ്ങൾക്ക് ഒതുക്കം കിട്ടി. പിന്നീട് ബീഹാറിൽ നടന്ന കൻവാർ യാത്രയ്ക്ക് നേരെ സ്ഥിരമാക്രമണമായിരുന്നു. പോകുന്നു, അതിൽ ഇറച്ചി കൊണ്ടിടുന്നു, കലാപം ഉണ്ടാക്കുന്നു. ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ ഡെയിലി കല്ലേറ് പ്രശ്നം, സരസ്വതി നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം. ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ കലാപങ്ങൾ പലതും നടത്തി. എല്ലാം പൊളിഞ്ഞടുങ്ങി എന്നല്ല, അവരെ കാണേണ്ട രീതിയിൽ കണ്ടു എന്നുള്ളതാണ്. അവരെ കണ്ടു, അവരൊതുങ്ങി. പിന്നീട് ഈ ചില ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾ മണിപ്പൂർ കേന്ദ്രമാക്കിക്കൊണ്ട് അവർ പണി തുടങ്ങി. മണിപ്പൂർ കത്തിച്ചുകൊണ്ട് വന്നാൽ മണിപ്പൂർ ഇന്ത്യയിൽ എവിടെയും വേക്കാത്തൊരു വിഷയമാണെന്നുള്ള കാര്യം അവർ ഓർത്തില്ല. അവർ കരുതി ഇത് വലിയ വിഷയമായി മാറും. മണിപ്പൂർ ഇപ്പൊ അതാണ് ഇതാണെന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവിടെ എത്തുന്നുണ്ട്. 13-ാം തീയതി അദ്ദേഹം അവിടെ എത്തുന്നുണ്ട്. അവിടെ ഈ 2 വിഭാഗങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്നു, അവിടെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മണിപ്പൂർ ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ആകെ ഒതുങ്ങി. പണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒതുങ്ങി ദക്ഷിണേന്ത്യ വരും, ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒതുങ്ങി കേരളത്തിൽ വരും, കേരളത്തിന്റെ ഈ മൂലയൊക്കെ ചവിട്ടി പുറത്താക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് കേരളം വരെ എത്തി. ഇപ്പൊ കേരളം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ മതപരമായ ഗ്രൂപ്പുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനെ വിഘടിപ്പിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. ഇതിനൊക്കെ ഫോറിൻ ഫണ്ടുകളും വരുന്നുണ്ട്. ഇതൊന്നും ഇവിടെ ആർക്കും അറിയാൻ പാടില്ല എന്നിട്ടില്ല, എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ എവിടെയെങ്കിലും തടയുന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രതികരണമൊന്നും ഉണ്ടാകാത്തത്. ഇപ്പൊ സ്വിറ്റ്സർലൻഡ് പറഞ്ഞു, ഇല്ലെങ്കിൽ മറ്റേ ജപ്പാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അവരവരുടെ നാട്ടിൽ നോക്കണം. അവിടെയും ഇന്ത്യക്കാരെ മറ്റൊക്കെ മർദ്ദിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യം നോക്കുക, ഇവിടുത്തെ കാര്യം നോക്കണ്ട എന്നാണ് ഇന്നലെ UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ ത്യാഗി പറഞ്ഞത്. ഇതൊക്കെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ കാര്യം. ഇനി 22 കഴിഞ്ഞിട്ട് 23 കഴിഞ്ഞ് 24 ആകുമ്പോഴാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 25-ലാണ് നേപ്പാളിൽ നടക്കുന്നത്. ഇതിനി അടുത്തത് ഇന്ത്യ എന്നല്ല, ഇന്ത്യയിലാണ് ഇത് തുടക്കം കുറിച്ചത്. ഇന്ത്യ തുടക്കം കുറിച്ചെങ്കിലും ഇവരെ പൊളിച്ചടുക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. ജനം രംഗത്തിറങ്ങാൻ തുടങ്ങി.
ജനം രംഗത്ത്, കാരണം ഒരുത്തൻ ഈ തുക്കടയുമായിട്ട് വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ രാജ്യവിരുദ്ധതയും ഒളിപ്പിച്ച് കടത്തി വരികയാണെങ്കിൽ അവനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇപ്പൊ ട്രെയിൻഡ് ആണ് അവര്. അതായത് ഒരു പ്രതിഷേധ പ്രകടനം നടന്നാലോ, ഒരു വാർത്ത, അതൊരു യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നാലും ഒരു ഓൺലൈൻ വാർത്ത വന്നാലും രാജ്യവിരുദ്ധ വാർത്തയാണെന്ന് കണ്ടെത്താൻ ഇപ്പൊ ആർക്കും ഗവേഷണം നടത്തേണ്ട. സാധാരണപ്പെട്ടവന് പോലും അറിയാം ഇത് രാജ്യവിരുദ്ധമാണ്, എവിടെ നിന്നൊക്കെ ഫണ്ട് മേടിച്ച് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കമാണ്, ഇന്ന ഗ്രൂപ്പുകൾ രാജ്യത്തിനെതിരായി നീങ്ങുന്നവരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പഴയതുപോലെ അജണ്ടകൾ ഒളിച്ചു കടത്താൻ കഴിയാത്തൊരവസ്ഥ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി അടുത്ത പിന്നെ അവർ നോക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം അട്ടിമറിക്കുക. കാരണം ഈ പണിയൊന്നും ഇനി ഇന്ത്യയിൽ ഓടത്തില്ല. ഏതാ? കലാപം ഓടത്തില്ല, യൂത്തിനെ ഇറക്കി നോക്കി ഓടത്തില്ല. അടുത്തത് ഭരണം താഴെ ഇറക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് ജീവൻ ഭരണ പോരാട്ടമാക്കി എടുത്തുകൊണ്ട് സോറോസും മറ്റുള്ള രാജ്യങ്ങളിൽ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ ഫണ്ട് ഇറക്കിക്കൊണ്ട്, അമേരിക്ക ഫണ്ട് ഇറക്കിക്കൊണ്ട്, അമേരിക്ക പിന്നെ എല്ലാ കാലത്തും ഫണ്ട് ഇറക്കുന്നുണ്ട്, കാരണം അവരുടെ ഒരാൾ ഇവിടെ വേണം ഭരിക്കാൻ. അപ്പം അങ്ങനെ ഫണ്ട് ഇറക്കിക്കൊണ്ട് നടന്നു. പക്ഷെ അതിനെയും നരേന്ദ്രമോദി അതിജീവിച്ചു. അതോടുകൂടിയാണ് സോറോസ് ആദ്യമായിട്ട് പരാജയപ്പെടുന്ന ഒരു രാജ്യവും ഇന്ത്യയാണ്. അദ്ദേഹത്തിന് ടെക്നിക്കൽ വിജയിക്കാതെ പോയ ഒരു രാജ്യം ഇന്ത്യയാണ്. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം കൂടെ ആഞ്ഞു പിടിച്ചിട്ടും സീറ്റ് അല്പം കുറയ്ക്കാനേ പറ്റില്ല, കഴിഞ്ഞില്ല. അതിനുശേഷം അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ധർമ്മസ്ഥല ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്, വിജയിക്കുമില്ല എന്നറിയാനായിട്ട്. ഇതൊന്നും വിജയിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് വോട്ട് ചോരി എന്ന് പറഞ്ഞു. അത് വലിയ പ്രകമ്പനം ഉണ്ടാക്കും, ഭൂകമ്പം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതിന്റെ സമാപന സമ്മേളനത്തിൽ പോലും ഒരു 10,000 പേരെ തികച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അണിയറയിൽ 2-3 കൂടെ ഒരുങ്ങുന്നുണ്ട്. ഒന്ന്, ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ ഇല്ലാതാക്കുന്നു. അതിന് മമതാ ബാനർജി പറഞ്ഞ വലിയൊരു കോമഡി കാര്യമുണ്ട്. അവിടെ ഒരു പട്ടാളത്തിന്റെ, ഇത് നമ്മൾ മുമ്പ് കൊടുത്തിരുന്നു, ന്യൂസിന്റെ മലയാളം മുമ്പ് കൊടുത്തിരുന്നു. അവിടെ ഒരു പട്ടാളത്തിന്റെ ഗ്രൗണ്ട് ഉണ്ട്, അവരുടെ ക്യാമ്പിന് തൊട്ട് ഫ്രണ്ടില്ല. മുമ്പ് അത് അവിടെ ഈ സരസ്വതി പൂജയുടെ പന്തലുമൊക്കെ കെട്ടുമായിരുന്നു മുമ്പ്. അതിനുശേഷം ഇത് അളന്ന് തിട്ടപ്പെടുത്തി ഇത് പട്ടാളത്തിന്റെ ആണെന്ന് അവർക്ക്, ഇത് അവരുടെ സ്ഥലമായത്, പിന്നെ ഇത് അവരുടെ അല്ല എന്നുള്ള ധാരണയിൽ പൊതു ഇടമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവരത് കണ്ടെത്തിക്കൊണ്ട് അവരുടെ ആണെന്ന് വന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ ഇതിന്റെ ബാധക കിടന്ന ആരും അഭ്യാസം കാണിക്കരുത് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതായിരുന്നു നമ്മൾ അന്ന് വാർത്ത ചെയ്തത്. എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് ചെയ്ത വാർത്തയാണ്. ഇവിടുന്ന് ഇനി ആരുടെയും വേണ്ട, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, പട്ടാളത്തിന്റെ സ്ഥലമാണ്. കാരണം അവരുടെ ക്യാമ്പിന് തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം വലിയ ഗ്രൗണ്ടാണ്. അവിടെ കൊണ്ട് മമതാ ബാനർജി ഈ അടുത്തൊരു പന്തൽ കെട്ടി, ഒരു സ്റ്റേജ് കെട്ടി. ഈ സ്റ്റേജ് പട്ടാളം പൊളിച്ചു കളഞ്ഞു. സ്വാഭാവികമാണ്, അവിടെ ചെയ്യരുതെന്ന് നിയമമുള്ളതാണ്, അവിടെ ചെയ്യരുത്. കാരണം അവരുടെ പട്ടാളത്തിന് കോമ്പൗണ്ടിൽ കയറി സ്റ്റേജ് കെട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ ഇരിക്കും? സ്വാഭാവികമല്ലേ അത്? അപ്പം അത് പൊളിച്ചു കളഞ്ഞപ്പോൾ മമതാ കണ്ടോ, ബംഗാളി ഭാഷ സംസാരിക്കുന്നതിനെതിരെ വലിയ പ്രശ്നമാണ്, പട്ടാളത്തെ ഇറക്കി. ഇതാണ് മമതാ ബാനർജി ഉണ്ടെന്ന്. തമിഴ്നാട്ടിൽ ഇത് വേറൊരു രീതിയിലേക്ക് ഒരു പ്രക്ഷോഭമായിരുന്നു, ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമായിട്ട് ഇത് മാറുന്നുണ്ട്. കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ ഇനി പറഞ്ഞാലൊന്നും ഏക്കത്തില്ല, അതുകൊണ്ട് ജാതി മതം പലതും നോക്കി ഇനി ഒന്നും ഏക്കില്ല. ഇങ്ങനെ പല സ്റ്റേറ്റിലും ചെറിയ 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 സാധനങ്ങൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ദേശീയതയുണ്ട് രാജ്യത്തിന്, ഉപദേശീയതയുണ്ട്. ഉപദേശീയത എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബേസ് ഉള്ള ദേശീയതയാണ് നമ്മൾ ഉപദേശീയത എന്ന് പറയുന്നത്. അതെല്ലാ സ്റ്റേറ്റിനും ആ വികാരമുണ്ട്. തമിഴിന്റെ വികാരം, കർണാടകത്തിന്റെ വികാരം, കാശ്മീരുടെ വികാരം, ഇതൊക്കെയാണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് പ്രേക്ഷകർ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയോടെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഒരു പള്ളി പുതുക്കി പണിതു കേന്ദ്ര സർക്കാർ. പുതുക്കി പണിതിന് ശേഷം അതിന്റെ പുറത്തൊരു ഫലകം വെച്ചു, അത് ഞങ്ങൾ ഇന്ന വർഷം പുതുക്കി. സ്വാഭാവികമാണല്ലോ, പുതുക്കി പണിയുമ്പോൾ അവിടെ ഒരു ഫലകം വെക്കാറുണ്ട്. ആ ഫലകത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം ഉണ്ടല്ലോ, അശോക സ്തംഭമൊക്കെ, ഇത് വെച്ചതിനെതിരെ വലിയ സമരവും സംഘർഷം അതൊക്കെ വന്നു. 20 എണ്ണത്തിൽ തൂക്കി അകത്തിട്ട് അമ്മമാരൊക്കെ വീട് വിടാൻ കയറി റെയ്ഡും വെച്ചു. അനക്കമില്ല, തീർന്നു. ഒരനക്കമില്ല, തീർന്നു. ഇത്രേ ഉള്ളൂ. അതായത് ഇവരുടെ ഇനി ഈ ഒരു കളികൾ നടക്കില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. ഇനി ഒരുപക്ഷെ നരേന്ദ്രമോദി പോയതിനു ശേഷം ഒരു ദുർബലമായ ഒരു സർക്കാരും ദുർബലനായ ഒരു ഭരണാധികാരിയുമാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ പിന്നെയും ചാൻസ് ഉണ്ട്. കാരണം ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംവിധാനം അതൊരിക്കലും നശിക്കുന്നില്ല, അത് വേറൊരു രൂപത്തിൽ വരും. അത് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട് ഡീപ് സ്റ്റേറ്റുകൾ. അതായത് പുറത്തുനിന്ന് വരുന്ന ഫണ്ടല്ല, നമ്മുടെ ഇടയിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ ഒരു ഗ്രൂപ്പ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരില്ലേ. ഇന്നിപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ പണി വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ വാട്സപ്പും ഒക്കെ എത്തിക്കഴിയുന്ന സ്ഥിതിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുക, സ്വന്തം അയൽക്കാരനെ കുറിച്ച് ഇല്ലായ്മ പറഞ്ഞു വരുത്തി അവനെ നാറ്റിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ, ഞാനൊരു ചെറിയ ഫോമാ പറയുന്നത് ഡീപ് സ്റ്റേറ്റ്. മറ്റേത് ഫണ്ട് ഇറക്കി ചെയ്യുന്നു, ഇത് ഫണ്ടില്ല, നമ്മുടെ ഒരു മനോസുഖത്തിന് ചെയ്യുന്നു ഡീപ് സ്റ്റേറ്റ്. ഇതെല്ലാവരും വർക്ക് ചെയ്യുന്ന സാധനം. പക്ഷെ ഇത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ പോയത് ഇതാണ്. അതായത് ഇന്ത്യയിലാണ് ഈ കളി ആദ്യം ഇറക്കിയത്. ഇന്ത്യയിലാണ് ഡീപ് സ്റ്റേറ്റ് ആദ്യം ഈ യുവാക്കളെ ഇറക്കി നോക്കി, കർഷകരെ ഇറക്കി നോക്കി, ഒപ്പം തന്നെ ഈ സൈന്യത്തിനെ തെറ്റിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അതിന്റെ ഇടയ്ക്ക് വന്നൊരു സാധനം ഇലക്ഷനിൽ വർക്ക് ചെയ്ത് നോക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇറക്കി നോക്കിയിട്ടും വിജയിക്കാതെ പോയി. ജാതി ഇറക്കി നോക്കി, ഈ ഉന്നാവയിലും ഹസ്രത്തിലും ഒക്കെ ജാതി ഇറക്കി നോക്കി, അതും വിജയിച്ചില്ല. ഈ മറ്റേ രോഹിത് വിമലയും ജാതി ഇറക്കി നോക്കി, അതും പൊളിഞ്ഞു പോയി. അപ്പൊ ഇനി ഇതിനൊന്നും ഇവിടെ സ്കോപ്പില്ല എന്നും
ജനങ്ങൾക്ക് ഇവരെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഉള്ളിടത്താണ് ഇവർ പരാജയപ്പെട്ടു പോകുന്ന അടിക്കടി. ഇനി ഇത് പൊങ്ങില്ല, കാരണം ഇവർ എവിടെയെങ്കിലും മുങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ എന്തെങ്കിലും ഡീപ് സ്റ്റേറ്റ് വന്നു തുടങ്ങി എന്ന് പറയും. ഇപ്പൊ തന്നെ പറയുന്നുണ്ടല്ലോ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം.